ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഈ വണ്ടി 1991 മോഡല് ബുള്ളറ്റാണ്. യഥാർത്ഥത്തില് 1989 അത് ഇത് മാനുഫാക്ചറിങ്. പക്ഷെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ 91 ആയിട്ടുണ്ട്. ഇതില് ഓൾ അറൗണ്ട് ഏകദേശം ഇതിന്റെ മെയിൻ പാർട്സ് എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് ചേഞ്ചും കാര്യങ്ങളൊന്നും അധികമൊന്നും വന്നിട്ടില്ല. പക്ഷെ ചേഞ്ച് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ ക്ലച്ച് ഡിസ്ക് ഇപ്പുറത്തെ സൈഡില് ക്ലച്ച് ഡിസ്ക് ഇതിന് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 3000 രൂപ കൊടുത്തിട്ട് നല്ല അടിപൊളി വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട്. ഗിയർ ബോക്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യലുള്ളതാണ്. കാരണം ഗിയർ ബോക്സ് നിങ്ങൾക്കറിയാലോ, പഴയ മോഡൽ ബുള്ളറ്റ് ആകുമ്പോൾ പല ആളുകൾ മാറി ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗിയർ ബോക്സിന്റെ ചെറിയ വിഷയങ്ങൾ. ചെറിയ രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിന്റെ എൻജിൻ എന്ന് പറയുന്നത് ഓൾറൗണ്ട് ചെറിയ രീതിയിൽ ഓയിൽ ലീക്ക് ഏകദേശം പഴയ മോഡൽ ബുള്ളറ്റിന് ഉണ്ടാവും. ചെറിയ രീതിയിൽ ഓയിൽ ലീക്ക് എല്ലാ പഴയ മോഡൽ ബുള്ളറ്റും ഉള്ളതാണ്. പക്ഷേ ഇതിന് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഈ വണ്ടി ഏകദേശം എന്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 350-400 കിലോമീറ്ററോളം റൈഡ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ബ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ റീച്ച് ഒന്നും ആയിട്ടില്ല, പക്ഷെ ഞാൻ ബ്ലോഗായി ചെയ്തിട്ടുണ്ട്. അതിലിത് വീക്ക്നെസ് ആണ്. ഈ വണ്ടി അത്ര ലോങ് ഓടിയിട്ട് ഒരു ഓവർ ഹീറ്റോ അതല്ലെങ്കിൽ ഓവർ ഓയിൽ ലീക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ പോസിറ്റീവ്സ് വശങ്ങളിലേക്ക് ആദ്യം പോകാം. നെഗറ്റീവ്സ് ഞാൻ പറയും. പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പഴയ മോഡല് CI എഞ്ചിൻ ബുള്ളറ്റ് ആകുമ്പോൾ സ്ലോ റണ്ണിങ് നമുക്ക് കിട്ടും. ചെറിയ ടോപ്പ് ഗിയറിൽ ചെറിയ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അത് നമ്മൾ ഈ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 30 സ്പീഡ് 25-ന്റെയും 30-ന്റെയും ഇടയിൽ 4ാം ഗിയറിൽ ആ ഒരു ചെറിയ ആക്സിലേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് തമ്പ് വെച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് റൈഡാണ്, ഫീൽ ഗുഡ് ആണത്. അതിനാണ് നമ്മൾ പഴയ മോഡൽ മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്നത്. ദെൻ ലുക്ക് വൈസും നല്ല കാണാനുള്ള ലുക്കിനും വേണ്ടിയിട്ടും കൂടിയാണ്. നമുക്കറിയാം, അതൊരു വികാരമാണല്ലോ പഴയ മോഡൽ ബുള്ളറ്റ്. ആ വികാരം 100% നമുക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് മൈലേജാണ്. ഇപ്പൊ ഞങ്ങൾക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഈ വണ്ടിയുടെ മൈലേജ് ലോങ് ഓടുന്ന സമയത്ത് എനിക്ക് 40+ കിട്ടിയിരുന്നു. 40-ന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ലോങ് ഓടുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ഈ സിറ്റിയിലും ഉള്ളിലൊക്കെ റൂറൽ ഏരിയയിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു 30, 28, 30, 35 ഈ ഒരു അറൗണ്ടിലുള്ള കളിയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ നല്ല ഹൈവേയിൽ കുറച്ച് ഒരു 10-20 കിലോമീറ്റർ എല്ലാം പോകുന്ന സമയത്ത് ആ ഒരു 35, 38 റേഞ്ചിൽ കിട്ടും. ലോങ് ഓടുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ലോങ് എന്ന് പറഞ്ഞാൽ ഒരു 100-200